Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. നമ്മള് കമ്പ്യൂട്ടർ അല്ലെ, നമ്മുടെ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത് ഇനി ഇന്റർനെറ്റ് അല്ലെ, തുടങ്ങിയല്ലേ. Good afternoon, ma'am. നിങ്ങള് അല്ലെ പഴയ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം പറഞ്ഞോളൂ. എന്തെങ്കിലും അറിയാതെ സംഭവിച്ചതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. അതായത് വേർഡും എക്സലും പവർ പോയിന്റിന്റെ ഉപയോഗങ്ങളൊക്കെയാണ് കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇന്റർനെറ്റ് അല്ലെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യൂസബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇന്റർനെറ്റ്. തുടങ്ങാലോ. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണെങ്കിലും അല്ലെ, നമുക്ക് വേൾഡ് വൈഡില് നമുക്ക് ഏത് പൊസിഷനിലാണെങ്കിലും നമുക്ക് നെറ്റിന്റെ ആ ഒരു ഫെസിലിറ്റി അനുഭവപ്പെടുമ്പോൾ അതനുസരിച്ച് അതുകൊണ്ട് തന്നെ എവിടെ ഏത് അകലങ്ങളിലുള്ള ആരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മെയിൽ അയക്കാനോ അല്ലെങ്കിൽ എന്താണ് ഒരു കോൺഫറൻസ് നടത്താനോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നെറ്റ് അല്ലെ അത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഇന്റർനെറ്റ് ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact globally. അതായത് നമുക്കറിയാം അല്ലെ, ഈ ഒരു കാലഘട്ടത്തില് ഗ്ലോബലി എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അല്ലെ, ലോകം ഒട്ടാകെ തന്നെ നമുക്ക് ഒരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇന്റർനെറ്റ് കൊണ്ട് സാധ്യമാകിയിരിക്കുന്നത്. നമുക്കറിയാം എളുപ്പത്തിൽ അല്ലെ, പണ്ടൊക്കെ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ എന്താ പറയുക, ഒരു ടെലിഫോണൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അല്ലെ അകലങ്ങളിലുള്ളവര് നമ്മുടെ അടുത്താന്നുള്ള ഒരു സമീപനം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എത്ര അകലെയാണെങ്കിലും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള അല്ലെ കുട്ടികളൊക്കെ തന്നെ ഇപ്പൊ പുറത്തു പോയി പഠിക്കുകയാണ് അല്ലെ, എത്ര പുറത്താണ് എല്ലായിടത്തും നമുക്കറിയാം. ഏത് പ്ലേസിലെടുത്ത് നോക്കിയാലും ഭൂരിഭാഗവും പേരും എന്താണ് പുറത്താണ്. പക്ഷെ അവരായിട്ട് എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളാണ് അല്ലെ, ശരിയല്ലേ? ഇപ്പൊ ലോകമെമ്പാടും പുറത്തുള്ളവരാണ് അല്ലെ, കുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ പുറത്ത് തന്നെയാണ്. ഒരു വീടുകളിലെ ഓരോ വീടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് പേരെങ്കിലും അല്ലെ പുറത്തുണ്ടാവും. അപ്പൊ നമ്മുടെ ഏത് കൺട്രിയിലാണെങ്കിലും അവരെ സൗകര്യപ്രദമായിട്ട് എന്നും തന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ, അത് വീഡിയോ കൂടെ തന്നെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും ഉപകാരപ്രദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. It has opened up a multitude of meeting places for quick and convenient communication. അതായത് നമുക്ക് എളുപ്പത്തിൽ അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയും വെച്ചുകൊണ്ട് നമുക്കൊരു മീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. ഒപ്പം തന്നെ എന്താണ് നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സുഖപ്രദമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റും അല്ലെ. ഒരു വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഏത് പ്ലേസിലാണോ ആ പ്ലേസിൽ തന്നെ അവര് അല്ലെ ഒരു പ്ലേസിലേക്കൊന്നും ഒരു നിശ്ചിത സ്ഥലത്തേക്കൊന്നും പോയിട്ടൊന്നും ചെയ്യണമെന്നില്ല. നമുക്കറിയാം നെറ്റ് കണക്ഷൻ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം അല്ലെ. അതിന്റെ ആ ഒരു ഇതുകളൊക്കെ ഉണ്ട്. കേസ് ചിലർക്കൊന്നും ഉണ്ടായെന്ന് വരില്ല. എങ്കിലും കൂടുതൽ അല്ലെ കൂടുതലായിട്ട് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ വേൾഡ് വൈഡില് എവിടെ വേണമെങ്കിലും അല്ലെ മുക്കിലും മൂലയിലും നെറ്റിന്റെ ആ ഒരു അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്ലേസിൽ ഇരുന്നാൽ തന്നെ എല്ലാവരോടും അല്ലെ ആശയവിനിമയം നടത്താനായിട്ട് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then here are some important aspects of communicating through the internet. അല്ലെ ഇന്റർനെറ്റ് വഴി നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ, എല്ലാവരും തന്നെ ഉപയോഗപ്രദമാക്കിയിരിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നെറ്റിന്റെ അല്ലെ സൗകര്യം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് യൂസബിൾ ആവുന്നത്. അപ്പൊ അതില് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് ഫസ്റ്റ് പറയുന്നത്? ഇമെയിൽ. എന്താണ് ഇമെയിൽ? ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്താനായിട്ട് മോസ്റ്റ് അല്ലെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത് സൗകര്യമാണ് ഇമെയിൽ വഴിയുന്നത്.
അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. കാരണം ഏറ്റവും കൂടുതൽ അല്ലെ മോസ്റ്റ്ലി വാസ്റ്റ് യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഏത് സൗകര്യം ഉപയോഗിച്ചിട്ടാണ്? ഇമെയിൽ സൗകര്യം ഉപയോഗിച്ചിട്ടാണ്. Then it permits users to send and receive messages. എന്താണ് ഇമെയിൽ വഴി ചെയ്യുന്നത്? സാധാരണയായിട്ട് നമ്മൾ മെയിൽ അയക്കുമ്പോൾ എന്താ ചെയ്യാറ്? കമ്പ്യൂട്ടറിന്റെ സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് അല്ലെ, ഇച്ചിരി നേരം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും അതിലേക്ക് അല്ലെ ഇരിക്കാനായിട്ട് നിങ്ങൾ ഇച്ചിരി കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പൊ എന്താ ഇമെയിലിൽ സാധാരണ നമ്മൾ ചെയ്യാറ്? മെസ്സേജ് അല്ലെ, മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യും. മെയിൽ ഐ ഡി വേണം അല്ലെ, മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യും. അപ്പൊ മെയിൽ ഐ ഡി അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിലും അവരുടെ മെയിൽ അല്ലെ മെയിൽ ഐ ഡി നമുക്ക് അറിഞ്ഞിരിക്കണം. അത്രയും ആവശ്യമാണ്. അത് ഡോക്യുമെന്റ് ആണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം, മെസ്സേജുകൾ സെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഏത് രീതിയിലും നമുക്ക് ആശയങ്ങൾ എളുപ്പത്തിന് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് വളരെ ഫോണിൽ കൂടെ ഏത് അല്ലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ എന്തിലൂടെയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ്, ഡോക്യുമെന്റ്സ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. അതായത് റാപ്പിഡ്ലി എന്ന് വെച്ചാൽ എന്താണ് റാപ്പിഡ്ലി എന്ന് പറയുന്നത്? വേഗത്തിൽ അല്ലെ, വേഗത്തിലും അതോടൊപ്പം തന്നെ സുരക്ഷിതമായ രീതിയിലും നമുക്ക് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും അല്ലെ, ഏത് മെസ്സേജുകളാണെങ്കിലും ഡോക്യുമെന്റുകളാണെങ്കിലും അയക്കാനും സ്വീകരിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എന്താണ് അടുത്ത പോയിന്റിൽ പറയുന്നത്? ഇമെയിൽ പ്രൊവൈഡ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് emails provides a flexible and asynchronous mode of communication. അല്ലെ, asynchronous mode of communication എന്ന് പറയുന്നത് കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, ഒരു അവസരമാണ് ഇമെയിൽ വഴി നമുക്ക് ലഭ്യമാകുന്നത്. വീണ്ടും പറയുന്നു, permitting individuals and business to communicate effectively across different time zones. അതായത് എവിടെ നിന്നാണെങ്കിലും അല്ലെ നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ബിസിനസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ ചെറിയ ഒരു എന്തെങ്കിലും കണക്കുകളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. എന്തെങ്കിലും അല്ലെ നമുക്ക് ജസ്റ്റ് അതൊന്ന് മെയിൽ ചെയ്ത് അല്ലെ, ബിസിനസ് ഫോമുകളിലൊക്കെ ആണെങ്കിൽ നമ്മളെ കമ്പനികളുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കേൾക്കാം മെയിൽ ചെയ്താൽ മതി, മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നിങ്ങളത് മെയിൽ ചെയ്താൽ മതി അല്ലെ. എപ്പോഴും നമ്മൾ അറിയാവുന്ന നമ്മൾ തന്നെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും മെസ്സേജുകൾ പെട്ടെന്ന് അതിപ്പോ കണക്കുകളാണെങ്കിൽ തന്നെ അല്ലെ, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സുരക്ഷിതമായിട്ടും വളരെ പെട്ടെന്നും അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇമെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും വീട്ടിലെ അല്ലെ മീനിങ് കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഇന്റർനെറ്റ് ഒന്നുകൂടെ അറിയാവുന്നതാണ് ചോദിക്കുന്നത്. മെയിലിന് മുമ്പ് ക്ലാസ്സിൽ കയറാൻ ചിലപ്പോൾ ലേറ്റ് ആയി കാണും. അതായത് ഒന്നും തുടങ്ങിയൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് അതായത് ഗ്ലോബലി അല്ലെ ഭയങ്കര നമ്മുടെ ലോകമെമ്പാടും അല്ലെ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണ്. കാരണം ആശയവിനിമയം എളുപ്പത്തിൽ സാധ്യമാക്കാനായിട്ട് ഈ ഇന്റർനെറ്റിന്റെ സൗകര്യത്തോടു കൂടി സാധിക്കും എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ viewpoints way to connect and interact globally. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി അല്ലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇത് സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഹാസ് ഓപ്പൺഡ് അപ്പ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് മീറ്റിംഗ് പ്ലേസസ് ഫോർ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് സൗകര്യപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്നൊക്കെ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യാനും ആരായിട്ടും നമുക്ക് ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ട് ഈ ഒരു ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.
ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇമെയിലും കൂടി പറയണോ? ഇമെയിലാണ്. ഇമെയിൽ ഒക്കെ ആയി കാണും അല്ലെ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ തന്നെ മെസ്സേജ് അയച്ചാലേ മെസ്സേജുകളൊക്കെ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മെയിൽ ഐ ഡി അറിയേണ്ട ആവശ്യമുള്ള. ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലെ വിശാലമായ രീതിയിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് അല്ലെ. നമുക്ക് എപ്പോഴും മറ്റൊരു കാര്യം കൂടി അറിയുമ്പോഴാനായിട്ട് സാധിക്കും. മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വോയിസുകൾ അല്ലെ വീഡിയോ കോൾസുകളെല്ലാം എന്നല്ലേ ഏത് രീതിയിലും വ്യക്തിയെ കാണാനും കൂടി സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഇന്റർനെറ്റ് സൗകര്യമാണ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് സ്കൈപ്പ്, then Zoom and Microsoft Teams make individuals and businesses able to have real-time audio and video conversation. അതായത് യഥാർത്ഥ സമയത്ത് തന്നെ അല്ലെ നമ്മളിപ്പോ ആയിരിക്കുന്ന ഏത് സമയത്ത് ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വോയിസ് നമ്മുടെ എന്താണ് ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണ് നമ്മുടെ ഈ സമയത്ത് എന്റെ വോയിസും എന്റെ വീഡിയോസ് അല്ലെ ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് പല രീതികളുണ്ട് അല്ലെ. നമുക്ക് സ്കൈപ്പ് വഴി നമുക്കറിയാം ഈ ഒരു അല്ലെ കഴിഞ്ഞ ഒരു 5-ാം തീയതി മുതലാന്ന് തോന്നുന്നു അതിന്റെ ആ ഒരു നിർത്തലാക്കിയത്. സ്കൈപ്പിന്റെ ആ ഒരു ഇത് പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അതായത് സ്കൈപ്പ് മാത്രം എന്റെ അല്ലെ ഇത് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു 14 ഇയേഴ്സിന്റെ പാരമ്പര്യമുണ്ട് സ്കൈപ്പിനെന്നാണ്. അത്രയും വർഷത്തെ പാരമ്പര്യത്തോട് അത്രയും നാളെ മുമ്പാണ് സ്കൈപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ ആ ഒരു വീഡിയോയും വോയിസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അത്രയും നാള് മുതലേ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. സൂം മീറ്റിംഗ് ഒക്കെ നമുക്കറിയാം അല്ലെ. നമ്മള് കോവിഡിന്റെ സമയത്തൊക്കെ മിക്കവാറും സ്കൂളുകൾ വരെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ സൂം മീറ്റിങ്ങിൽ കയറിയതൊക്കെ അത് ആ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും യൂസബിൾ ആയത് അല്ലെ. അപ്പൊ ഏത് സമയത്താണെങ്കിലും നമുക്ക് മറ്റുള്ളവരായിട്ട് കോൺവെർസേഷൻ അല്ലെ ഒരു സംഭാഷണം നടത്താനൊക്കെ ആയിട്ട് എളുപ്പത്തില് സാധ്യമാക്കുന്നു. അതെല്ലാം എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഒരു അല്ലെ അവരുടെ ടീമാണ് ഓരോന്നും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. എന്താണ് അത് ബിസിനസ്സിലാണെങ്കിലും നമുക്കറിയാം അവർക്ക് കോൺഫറൻസുകളും മീറ്റിങ്ങുകളൊക്കെ എളുപ്പത്തില് വീഡിയോ കോൺഫറൻസും അല്ലെ ഒക്കെ നടത്താൻ ഒക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് voice and video calling services like Skype, Zoom and Microsoft Teams making individuals and business able to have real-time audio and video conversation. അപ്പൊ അതെല്ലാം എന്താണ് ഇതിനൊരു പ്രത്യേകത അല്ലെ. ഇന്റർനെറ്റിന്റെ ഇതുകൊണ്ട് നമുക്ക് സാധ്യമായിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഞാൻ എന്താണ് സോഷ്യൽ മീഡിയ. അപ്പൊ സോഷ്യൽ മീഡിയയുടെ പുറകെയാണ് എല്ലാവരും അല്ലെ. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് എളുപ്പത്തിൽ എല്ലാവരിലും എത്തിക്കാൻ സാധിക്കും. ചില ഫേക്ക് ന്യൂസുകളിലും വന്നു വിടാറുണ്ട്. അപ്പൊ അതൊരു വ്യത്യസ്ത തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുണ്ട് അല്ലെ. നോക്കാം എന്താന്നുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ചാസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ ഹാവ് ചേഞ്ച്ഡ് ദ വേ ഓഫ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ ഓൺലൈൻ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഫേസ്ബുക്കിലൂടെയാണ് നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സ് വരെ ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും തന്നെ ഫേസ്ബുക്ക് ഉണ്ടാവും, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം എല്ലാവർക്കും ഉണ്ട് അല്ലെ. പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾ ലിങ്ക്ഡ്ഇൻ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അപ്പൊ അതെല്ലാം ഉണ്ടാവും അല്ലെ. അതൊക്കെ എന്താണ് എന്തിന്റെ എക്സാമ്പിൾസ് ആണ് അതൊക്കെ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതൊക്കെ തന്നിട്ട് ഇത് ഒരു സോഷ്യൽ മീഡിയ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണെന്നുള്ള കാര്യം മറക്കാതെ വെക്കുക. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എന്നുള്ളതൊക്കെ. then എന്താണ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ ഓൺലൈനായിട്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങളെല്ലാം അല്ലെ കൈമാറ്റം ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും നമ്മൾക്കറിയാം നല്ല കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില
ചീത്ത കാര്യങ്ങളും കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ പുറകെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലെ. ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പുറകെ പഠിക്കുന്ന സമയം മുഴുവൻ മിസ്യൂസ് ചെയ്ത് അതിന്റെ പുറകെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ല. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കുറെ നല്ല വശങ്ങളും ഉണ്ട് അല്ലെ. ആശയവിനിമയം നടത്താനായിട്ട് നല്ല കാര്യങ്ങളെ ആശയങ്ങളെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ സൗകര്യം ഒരുക്കുന്നുണ്ട്. This platform offer a vast reach of communication tools, which includes status updates, comments such as direct messaging and video sharing. നമുക്കറിയാം അപ്ഡേറ്റ്സുകളെ അല്ലെ, എപ്പോഴും അപ്ഡേറ്റ്സുകളാണ് ഇത് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അപ്ഡേറ്റ്സുകളൊക്കെ ഒരു എന്താ പറയാ, നമ്മൾക്ക് കിട്ടുന്ന സമയത്തിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ദിവസത്തിന്റെ ഒരു ചെറിയ സമയമൊക്കെ എടുത്ത് അപ്ഡേറ്റുകൾക്ക് അറിയാനായിട്ട് എളുപ്പത്തില് ഇതിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ സൗകര്യം കൊണ്ടൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ എന്താണ് ഡയറക്റ്റ് മെസ്സേജിങ് ആൻഡ് വീഡിയോ ഷെയറിങ് അല്ലെ. മറ്റുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ അല്ലെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഇടയിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ വളരെ എളുപ്പത്തിൽ നിശ്ചിത സമയം കൊണ്ട് തന്നെ അവരിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് അല്ലെ വീഡിയോ ഷെയറിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സൗകര്യമുണ്ട് എന്നുള്ളതാണ്. Then social media makes the individuals and business able to connect, collaborate and engage with a broader audience. അതായത് ബിസിനസിനെ സംബന്ധിച്ച് വരുമ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തില് അല്ലെ ചിലപ്പോഴൊക്കെ ചില അല്ലെ എന്തെങ്കിലും ഇതുകൾ ആ ഒരു ബിസിനസിന്റെ ഇത് എന്താ പറയുക അതിന്റെ ആ ഒരു പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ലൊരു സ്ഥാപനം എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവര് അല്ലെ ഏതെങ്കിലും രീതിയിലൊക്കെ വിഷ്വലി എന്തെങ്കിലും അല്ലെ അംബാസിഡർമാരൊക്കെ ഉണ്ടാവും. അവര് അംബാസിഡർമാരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി അവര് എന്തെങ്കിലും കാണിക്കും. നമുക്കറിയാം ചില അഡ്വർടൈസ്മെന്റിന്റെ പേരിലാണ് കുറെ കാര്യങ്ങൾ കുറെ വ്യക്തികൾ അവരെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ് അതൊരു നേട്ടം തന്നെയാണ് അല്ലെ. അംബാസിഡർ ആയിട്ടൊക്കെ അവര് അത് പരിഗണിച്ചിട്ട് അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യിക്കുന്ന ഒരു രീതി കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്കെല്ലാം അതിനുള്ള സൗകര്യം ഈ സോഷ്യൽ മീഡിയ ആണ് പ്രദാനം ചെയ്യുന്നത്. അവരുടെ ട്വിറ്റർ അല്ലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ പേജുകൾ ഫോളോവേഴ്സ് ഉണ്ടാവും. അവര് ഫോളോ ചെയ്തുകൊണ്ട് അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തികളെ അല്ലെ നമ്മൾ മുൻനിരയിൽ നിർത്തിയിട്ട് അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിലൂടെ ബിസിനസ്സിന് വളർന്നു വരാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ എന്താണെന്നുള്ളത് നിങ്ങൾ വോയിസ് ആൻഡ് വീഡിയോ കോളും സോഷ്യൽ മീഡിയ കൂടി ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിശാലമായ രീതി എന്നുള്ള രീതിയാണ്. അതായത് ഒരുപാട് എല്ലായിടത്തേക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. These platform offer a vast reach of communication tools. പറഞ്ഞാൽ വിശാലമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഫേസ്ബുക്ക് ട്വിറ്ററൊക്കെ പ്രദാനം ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. എന്താണ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് നോക്കാം. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ് ആൻഡ് OneDrive makes users able to share and collaborate on documents, images and other files. അതായത് നമ്മൾക്ക് നമ്മളുടെ ഫയലുകൾ അല്ലെ ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ ഫേമുകളും ഇൻഡസ്ട്രികളൊക്കെ ആവുമ്പോൾ അവർക്ക് എന്താണ് ഇതെല്ലാം കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഇപ്പൊ പണ്ടത്തെ മാതിരി നമ്മള് മാനുവലി എഴുതി തയ്യാറാക്കി ഫയലുകളിൽ അല്ലെ ക്ലിപ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം അല്ല അല്ലെ. എല്ലായിടത്തും നമുക്കറിയാം അവര് ഓരോ ഫയലുകൾ ക്രിയേറ്റ് ചെയ്ത്
അതിലാണ് സേവ് ചെയ്ത് സൂക്ഷിച്ചേക്ക് വെക്കുന്നത്. എല്ലായിടത്തേക്കും മറ്റു കമ്പനികളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ അവർക്കൊക്കെ മീൻസ് അവിടെ പോകേണ്ടി വരുന്ന എവിടെ ആണെങ്കിലും ഇത് എളുപ്പത്തിൽ നമുക്ക് മറ്റു പ്ലേസിലേക്ക് അല്ലെ അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് അല്ലെ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യണം, സമയം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതിന്റെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഇന്റർനെറ്റിന്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് ഫയലുകളൊക്കെ മൊത്തത്തിൽ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഏത് സമയം അല്ലെ ഏത് സമയത്താണെങ്കിലും എവിടേക്കാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് അത് ഇതുമായി ബന്ധപ്പെട്ട ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗൂഗിൾ ഡ്രൈവിലെ പ്രധാനമായിട്ടും പറയുന്നത് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സംഭരിക്കാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ്. അതായത് ഓൺലൈനിൽ നമ്മുടെ ഫയലുകളെ അതേമാതിരി തന്നെ ഫോൾഡറുകളെ എല്ലാം സംഭരിക്കാൻ അല്ലെ അത് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സർവീസ് ആണ് അത് എന്തെന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ വേണമെങ്കിൽ നമ്മുടെ ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെക്കാം. ഇൻകേസ് ഇങ്ങനെയൊക്കെ സേവ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, നമ്മളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മളുടെ അല്ലെ ഫയലുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നതും എന്താണ് ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് നമുക്ക് ലഭിക്കുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ചിലവർക്കെങ്കിലും അല്ലെ കുറെ പേര് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരായിരിക്കും, അവർക്കെല്ലാം ഇത് നാച്ചുറലി അറിയുന്ന കാര്യമായിരിക്കാം. ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ അവരെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ്. അതായത് നമ്മുടെ ഫോണിലൊക്കെ അല്ലെ നമുക്കറിയാം കുറച്ചൊക്കെ കൂടുതൽ ഡാറ്റാസ് ഒക്കെ വരുമ്പോൾ ഓവർലോഡ് ആകും അല്ലെ. ഓക്കെ, അതാണ് ക്ലൗഡ് സ്റ്റോറേജ്, ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫയലില് നമ്മുടെ ഫോണിലല്ല നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത്. അതെന്താണ് എവിടെയാണ് സ്റ്റോറേജ് വെക്കുന്നത്? തടസ്സങ്ങളില്ലാതെ ആശയവിനിമയം നടത്താനും സഹകരണത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫയൽ സ്റ്റോറേജ് ഫെസിലിറ്റി. അത് നമുക്ക് ഏതാണ് പ്രദാനം ചെയ്യുന്നത്? അത് പ്രദാനം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് സാധാരണ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിലേക്ക് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഡാറ്റാസുകളെല്ലാം ഷെയർ ചെയ്യാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നമ്മളുടെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടില്ല. നമുക്ക് അതിന്റെ ആ ഒരു ID അല്ലെ അത് ഉണ്ടായാൽ മാത്രം മതി. ആ ID ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡാറ്റാസും നമുക്ക് ഏത് സമയത്താണെങ്കിലും വിസിബിൾ ആവും. അപ്പൊ അത് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലല്ല അതിന്റെ സൗകര്യം എന്നുള്ളത്. അതായത് അത് ഗൂഗിളിൽ അല്ലെ ഗൂഗിളിലൊക്കെയാണ് അതിന്റെ ആ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നത്. ഈ സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജിന്റെ പ്രത്യേകത നമ്മളുടെ ഒരു ഫോണിലൊക്കെ ഇത്രയും GB അല്ലെ ഇത്രയൊക്കെ സംഭരിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഇങ്ങനെ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി എവിടെയാണ് ഗൂഗിളിലൊക്കെ ആവുമ്പോൾ അവിടെ എത്രത്തോളം വേണമെങ്കിൽ സംഭരിച്ച് വെക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തില് നമ്മുടെ എന്തെങ്കിലുമൊക്കെ അല്ലെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മളുടെ ഐഡികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കാൻ അല്ലെ നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഐഡികൾ അത് ഒരിക്കലും മറക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്താണെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫയലുകളൊക്കെ നമുക്ക് വിസിബിൾ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ക്ലൗഡ് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതെല്ലാം ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗൂഗിൾ ഡ്രൈവും ഡ്രോപ്പ് ബോക്സും ആണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് വീണ്ടും നമുക്ക് നോക്കാം. And OneDrive make users able to share and collaborate on document, images and other files. അതേമാതിരി തന്നെ നമ്മളുടെ ഫയലുകൾ അല്ലെ അത് നമ്മളുടെ ഫയലുകളിലേക്കും മറ്റ് ഫയലുകളൊക്കെ ബന്ധിപ്പിക്കുക അല്ലെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന OneDrive.
നമുക്ക് ഒരു പക്ഷേ പല കമ്പനികളുടെയും കൂടി കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവിലേക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഒരു സൗകര്യം ഒരുക്കുന്നതാണ് വൺ ഡ്രൈവ് സൗകര്യം. അതായത് മറ്റ് കമ്പനികളുടെയും അതുകളൊക്കെ നമ്മുടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധിപ്പിക്കുന്ന ഒരു സൗകര്യമാണ് വൺ ഡ്രൈവ് കൊണ്ട് സാധ്യമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഇതേമാതിരി തന്നെ യൂസബിൾ ആണ്. എല്ലാ ഫയലുകളും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അല്ലെ സ്വീകരിക്കാനായിട്ടും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടും സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ട് അല്ലെ ഗൂഗിളിലൊക്കെ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ അല്ലെ ഓൺലൈനായിട്ട് നമുക്ക് ഇതെല്ലാം ഈ ഫയലുകളെല്ലാം ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും ഉള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. Then എന്താണ്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് എ കൺവീനിയന്റ് ആൻഡ് സെക്യൂർ വേ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ, ഫോസ്റ്ററിംഗ് സെമൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അതായത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തടസ്സമില്ലാതെ ഒപ്പം തന്നെ സുരക്ഷിതമായിട്ട് തന്നെ അവിടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. നമുക്കറിയാം അവിടെ ബേസ് ഉണ്ടാവും അത്രയും സ്റ്റോർ ചെയ്യാൻ. മറ്റുള്ളവരുടെയൊക്കെ ഫയലുകളൊക്കെ വരുമ്പോൾ അതിനുള്ള ഇതുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഇല്ല. കാരണം അവിടെ എത്രത്തോളം ഇതുണ്ടോ അതിനുള്ളതെല്ലാം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അതിനുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് അല്ലേ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് തടസ്സമില്ലാതെ, അതാണ് പോസ്റ്ററിംഗ് സെമൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, തടസ്സമില്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് അതിൽ പറയുന്നത്, ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ, ഫോസ്റ്ററിംഗ് സെമൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. എല്ലാവരോടും സഹകരിച്ചിട്ട് അല്ലെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഫയലുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും അതേമാതിരി തന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഐഡിയൊക്കെ അടിച്ചു കൊടുത്ത് നമുക്കത് ഉപയോഗപ്രദമാക്കാനായിട്ട് ഒരു സൗകര്യം ഇന്റർനെറ്റ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇതുകളാണ് എന്തൊക്കെയുള്ളത്, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് എന്നുള്ള ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പോവുക. സോഷ്യൽ മീഡിയാസ് നമ്മൾ കണ്ടു, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ സോഷ്യൽ മീഡിയാസിന്റെ ഓപ്ഷനിൽ വരുന്നതാണ്. പിന്നെ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ. Then webinars and online presentation. അതുവരെയും ഓക്കെയാണോ? നമുക്ക് നോക്കാം വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാറുകളെല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ടോ? ആരെങ്കിലൊക്കെ വെബിനാറുകളിലൊക്കെ കണ്ടക്ട് ചെയ്ത്, ഓക്കെ ചിലരെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്ന പല പ്ലേസിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്ക് വിസിബിൾ ആണ്, നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ എല്ലാവരായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ where speakers can give out the content and interact with the participants in real time. അല്ലെ യഥാർത്ഥത്തിൽ ഒരു സമയം തന്നെ നമുക്ക് എല്ലാവർക്കും പരസ്പരം ആർക്കുവേണമെങ്കിലും സംസാരിക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം വെബിനാർ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാവും. നമുക്കത് ഒരേ സമയം തന്നെ എല്ലാവർക്കും അല്ലെ പരസ്പരം കൈകാര്യം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്യാനൊക്കെയുള്ള സംവിധാനം അതിൽ ഒരുക്കുന്നുണ്ട്. എന്താണ് പ്ലാറ്റ്ഫോം such as GoToWebinar and WebEx. Then facilitate interactive online events which enable knowledge sharing, training session and product demonstrations. അതായത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളല്ലേ, അത് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനെ മനസ്സിലാക്കി തരാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് അല്ലെ എന്തെങ്കിലും അറിവുകളെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെബിനാറോ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കും. അപ്പൊ ഈ വെബിനാറുകളൊക്കെ പരസ്പരം എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടും ഒരേ സമയം തന്നെ എല്ലാവരിലും എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശരിയല്ലേ? വെബിനാർ കണ്ടക്ട് ചെയ്തവർക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ സാധ്യമായില്ലേ? അപ്പോ അതാണ് വെബിനാർ കൊണ്ടുള്ള ഇത്. അത്തരത്തിലുള്ള സൗകര്യം നമ്മുടെ ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ട് നമുക്ക് ലഭ്യമായിരിക്കുന്നതാണ്. എന്താണ് ഓവറോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് എഫക്റ്റീവ്, convenient and dynamic method of link with others
ഷെയർ ഇൻഫോർമേഷൻ ആൻഡ് കൊളാബറേറ്റ് അക്രോസ് ദ ഡിസ്റ്റൻസ്. അതായത് നമുക്ക് അല്ലെ എത്ര അകലെയാണെങ്കിൽ കൂടി എല്ലാവരുടെ ഇടയിലേക്കും നമ്മുടെ ഇൻഫോർമേഷൻസ് വിവരങ്ങളെല്ലാം ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും മെത്തേഡുകൾ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകളെല്ലാം നമുക്ക് കൂട്ടി യോജിപ്പിക്കാനും അതോടൊപ്പം തന്നെ എല്ലാവരുടെ ഇടയിലേക്കും നല്ല കാര്യക്ഷമമായിട്ട് സൗകര്യപ്രദമായ രീതിയിലും നമ്മളുടെ ആശയങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഇന്റർനെറ്റ് പ്രധാനമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ന്യൂസുകളൊക്കെ എത്തിക്കാനായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് മീറ്റിങ്ങുകളല്ലേ വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കാൻ അതേമാതിരി തന്നെ എന്താണ് സൂം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാത്തിനുമുള്ള അവസരം എന്താണ് നമുക്ക് ഇന്റർനെറ്റ് പ്രദാനം ചെയ്യുന്നത്. The internet has brought people closer together, promoting global convenience, connectivity and breaking down barriers of time and location. അപ്പൊ ഇതുകൊണ്ട് പ്രധാനമായിട്ട് എന്തൊക്കെ നേട്ടം നമുക്ക് ഉണ്ടാവുക? ഇങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെ നേട്ടമാണ് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവുക? ആശയങ്ങളൊക്കെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടോ ഈ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ കൊണ്ട്? ആശയങ്ങളൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് പറയാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്കും അറിയാം. എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കൂ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഓക്കെ മീറ്റിംഗ് നടത്താനായിട്ട് സാധിക്കും. ഇൻഫോർമേഷൻസ് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, ഗെറ്റിംഗ് ടുഗദർ അല്ലെ, വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും അല്ലെ പ്രസന്റേഷൻ, വീഡിയോ കോള്, നമുക്ക് പ്രധാനമായിട്ടും തടസ്സങ്ങൾ ഇല്ലാതെ നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അതോടൊപ്പം തന്നെ നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് ലൊക്കേഷൻ എവിടെ നിന്നാണെങ്കിലും നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ. ഓൺലൈൻ ക്ലാസ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് തന്നെ ഓൺലൈൻ ക്ലാസ് ആണ് അല്ലെ, കാണുന്ന ക്ലാസ് പോലും. അതെ, തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ടാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോ പോയി പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അല്ലെ ഒരു നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്ക് ഈ സമയം മാത്രം സജസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്ന് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെ. ക്ലാസ് റൂമിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കയറുന്നത് കൊണ്ട് തിരിച്ച് കറക്റ്റ് സമയം ഇത് എനിവെയർ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടുള്ളത് എന്താണ്? ടൈം ആൻഡ് ലൊക്കേഷൻ ആണ്. അതായത് സമയം, ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആക്കാതെ എവിടെ നിന്ന് ലൊക്കേഷൻ എവിടെയാണെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. അത്തരം പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ അതേമാതിരി തന്നെ എന്താണ് ഷെയറിംഗ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയാസുകൾ ഏതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്താണ് വാസ്റ്റ്ലി യൂസ്ഡ് അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇമെയിൽ അല്ലെ. പഴയ കാലഘട്ടം മുതലേ ഇമെയിൽ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇന്റർനെറ്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ലല്ലോ. വെബ് ബ്രൗസേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് വെബ് ബ്രൗസേഴ്സ് ആണ്. എന്താണ് വെബ് ബ്രൗസേഴ്സ് നോക്കാം. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് that makes the users able to evaluate and navigate the world wide web. നമ്മളൊരു സംഗതി അല്ലെ, നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു www. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് അഡ്രസ് ഉണ്ട് അല്ലെ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ട്. എന്നിട്ട് വേണം എന്ത് കാര്യമാണെങ്കിലും, പുതിയൊരു കോഴ്സ് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അല്ലെ അവിടെ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് കിട്ടും, അല്ലെങ്കിൽ ഇൻ കേസ് PSCയുടെ ഒരു വെബ്സൈറ്റിൽ PSCയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെ
ഇപ്പോ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതെന്താണ് അല്ലെ, ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, എവിടെയെങ്കിലും ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അല്ലെ, എന്തിനെ കുറിച്ച് നമ്മൾ അറിയാനായിട്ട് ഇപ്പൊ എന്താ പണ്ടത്തെ മാതിരി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞാണോ ചെയ്യുന്നത്? അല്ല, അതിന്റെ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറി പറ്റിയിട്ടാണ് അത് ആ ഒരു പാത്ത് അല്ലെ, അവര് കൃത്യമായിട്ട് എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഈ സൈറ്റിലുള്ള എന്തിനെ കുറിച്ചാണ് അറിവ് വേണ്ടതെന്നുള്ളത് അവര് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ അല്ലെ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വരും. ശരിയല്ലേ അല്ലേ? എങ്ങനെയല്ലേ നമ്മള് വെബ്സൈറ്റ് ഉപയോഗിക്കാറില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ വെബ്സൈറ്റുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കൂടിയും അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും വെബ്സൈറ്റുകൾ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ആരെങ്കിലൊക്കെ അഡ്രസ്സ് തരികയാണെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആദ്യം നമുക്ക് അറിയുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നവരാണ്. എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് വെബ്സൈറ്റ്, വെബ് അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് നാവിഗേറ്റ് ചെയ്ത് അല്ലെ, അവര് വരച്ച് കാണിക്കുന്ന രീതി അനുസരിച്ച് അവർ കാണിക്കുന്ന ഓരോ ഇതുകൾ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെത്തി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അതാണ് വെബ് ബ്രൗസേഴ്സ് കൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്താണ് വെബ് ബ്രൗസേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വെബ് ബ്രൗസേഴ്സ് ആണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ, ഇതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആപ്ലിക്കേഷൻ ആണ്. That makes users able to evaluate and navigate the world wide web. അല്ലെ, ഈ ഇതിന്റെ പ്രത്യേകത എന്താണ്? വേൾഡ് വൈഡ് വെബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവനും ഉപയോഗിക്കുന്ന സൈറ്റുകളാണ് അല്ലെ. PSCയുടെ ഒരു സൈറ്റ് നമ്മൾ അങ്ങ് ഗൾഫിൽ ഏത് അല്ലെ, ലണ്ടനിൽ ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തിരുന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആ ഒരു സൈറ്റിലേക്ക് അടിച്ചു കയറിയാൽ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഇവിടെ നിന്ന് അല്ലെ നമ്മള് മറ്റേതെങ്കിലും ഒരു കൺട്രിയുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ അവരുടെ സൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നാച്ചുറലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു വെബ് അഡ്രസ് അല്ലെ, നമുക്ക് www അല്ലെ 3W വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. വേൾഡ് വൈഡ് വെബ് അല്ലെ, അതാണ് www കാര്യം പറയുന്നത്. Then they provide a graphical user interface for individuals to interact with the website, search for information and consume online content. അപ്പൊ നമുക്ക് ഇൻഫോർമേഷൻസ് വിവരങ്ങൾ കണ്ടെത്താനായിട്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈ www കയറിയിട്ടാണ്. ആ വെബ്സൈറ്റിലെ അഡ്രസ് അടിച്ചാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഗൂഗിൾ ക്രോം അല്ലെ, ഗൂഗിളിലൊക്കെ കയറി അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സിലൊക്കെ കയറി അതിന്റെ അവരുടെ വെബ് അഡ്രസ് അടിച്ചിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. എന്താണ് ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അബൌട്ട് വെബ് ബ്രൗസേഴ്സ്. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയുകയാണ്. യൂസർ ഇന്റർഫേസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും ഫ്രണ്ട്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആസ്പെക്ട് ലൈക്ക് അഡ്രസ് ബാർസ്, ബുക്ക് മാർക്സ് ആൻഡ് നാവിഗേഷൻ ബട്ടൺസ്. അതായത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ നാവിഗേറ്റ് വരച്ച് അല്ലെ ഇത് നിങ്ങൾ ഇതിലേക്ക് പ്രസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ചിലത് നമുക്കറിയാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല എങ്കിൽ അവര് അല്ലെ വിഷ്വലി നമുക്ക് അത് പ്രൊനൗൺസ് ചെയ്ത് തരേണ്ടതുണ്ടെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്ത് തന്നെ പറഞ്ഞു തരും. അപ്പൊ അവർ ആ ബട്ടൺസ് അല്ലെങ്കിൽ നമുക്കറിയാം വരച്ചു കാട്ടുക എന്ന് പറഞ്ഞ പിക്ചറുകൾ കാണിക്കും അല്ലെ. ആ പിക്ചറുകൾ കണ്ടിട്ടാണ് നമ്മളത് ക്രോം ആണ്, അതനുസരിച്ച് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ അനുസരിച്ച് വെബ്സൈറ്റ് അഡ്രസ് അടിച്ച് പിന്നെ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് ഒരുപാട് ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വീണ്ടും അടിച്ച് അല്ലെ പിന്നെ അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള സൗകര്യം അത് തരുന്നുണ്ട്. ദെൻ ബുക്ക് മാർക്സ് എന്ന് പറയുന്നത് എന്താ, ചില വെബ്സൈറ്റുകൾ അല്ലെ നമുക്ക് വീണ്ടും എടുത്ത് നോക്കണം എന്നുണ്ടാവും ചിലപ്പോൾ അല്ലെ. ചില വെബ്സൈറ്റുകളിലായിരിക്കും നമ്മുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ചില വെബ്സൈറ്റുകളൊക്കെ വീണ്ടും ഉപയോഗപ്രദമാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എന്തെങ്കിലും ബുക്ക് മാർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മളതിലേക്ക് വീണ്ടും അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാതെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഉപയോഗപ്രദമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അഡ്രസ് ബാറുകൾ അല്ലെ, ആ ഒരു അഡ്രസ്സുകൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മുടെ വെബ് ബ്രൗസേഴ്സ് പ്രദാനം ചെയ്യുന്നു.
Then they permit users to get into website address URLs. എന്താണ് URLs എന്ന് പറയുന്നത്? അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. URLs ന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തേരെ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് നമുക്കറിയാം വെബ് അഡ്രസ്സുകൾ എപ്പോഴും എന്താണ്, എവിടെയും അല്ലെ, യൂണിവേഴ്സലി നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അഡ്രസ്സാണ് അല്ലെ. അത് കേരളത്തിലെ ഒരു രീതിയിലുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കൺട്രിക്ക് പുറത്ത് വേറൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എല്ലായിടത്തേക്കും ഒരേ അഡ്രസ്സ്. ടൈപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എറർ സംഭവിക്കും. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒന്ന്, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സുകളിൽ അങ്ങനെ പറയാറുണ്ട്, ആരെങ്കിലും ഇത് ചെയ്തവര് അല്ലെ, നമ്മൾ ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പൊ മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് URLs എന്ന് പറയുമ്പോൾ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. തീർച്ചയായിട്ടും എഴുതി എടുത്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ക്ലിയർ ആണ്? ഞാനത് എടുത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അല്ലെ എല്ലാവർക്കും വിസിബിൾ ആണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ചെയ്യാൻ പറയുന്നത്. ഓക്കെ, URLs എല്ലാവർക്കും ക്ലിക്ക് ആയിട്ടുണ്ടാവുമായിരിക്കും. എന്താ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? യൂണിഫോമിറ്റി അല്ലെ. ഇതിനൊരു യൂണിഫോം അഡ്രസ് ആണ് കിട്ടുന്നത്. അതായത് എല്ലായിടത്തും ഒരേ അഡ്രസ് തന്നെയാണ് അറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് അല്ലെ, ലോകമെമ്പാടും ഒരേ അഡ്രസ്സിലാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് വരുന്നത്. And exhibit the requested web pages in a visually appealing format. നമുക്കറിയാം അത് അല്ലെ, അത് നമുക്ക് പ്രദർശിപ്പിക്കും. നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് എന്താണ്? എല്ലാവർക്കും ഒരേപോലെ തന്നെ വിഷ്വലി അപ്പീൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ എന്തിനെ കുറിച്ചാണ്, ഇപ്പൊ ഈ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ സ്മാർട്ട് സിറ്റിയെ കുറിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ കുടുംബശ്രീയെ കുറിച്ചിട്ടാണെങ്കിലും വെബ്സൈറ്റിൽ അതാതിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതാത് അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചു തരും. അത് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു ഫീലിംഗ് ആണ് അതിന് കാണിച്ചു തരുന്നത്. അതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ലി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. അറിയാത്തവർക്കാണെങ്കിലും അത് അതിന്റെ രീതിയിലേക്ക് കയറി ചെന്ന് ആ സൈറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള സൗകര്യം ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നത് ഇത് തന്നെയാണ്. റെൻഡറിംഗ് വെബ് പേജസ്. റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറയുന്നത് ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് ഇത് വിഷ്വലി നമുക്ക് കാണിച്ചു തരുക അല്ലെ. നെക്സ്റ്റ് ഇതിന്റെ ചിലപ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചില ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള നമുക്ക് അറിയണമായിരിക്കും. ഒരു പക്ഷെ ഡോക്ടറിന്റെ പേര് മാത്രമേ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുള്ളൂ. അത് പക്ഷെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടറിനെ കൃത്യമായിട്ട് കാണിച്ചിരിക്കും, ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ് കാണിച്ചിരിക്കും, അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് ഇത് കാണിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, വിഷ്വലി നമുക്ക് ആ വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. റെൻഡറിംഗ് വെബ് പേജസ് പ്രോസസ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. എന്താണ് ഉള്ളടക്കം എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അത് എന്തെങ്കിലും വിഷ്വലി കാണിക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം തന്നെ അതിൽ കാണിച്ചിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ടാബ്ഡ് ബ്രൗസർ. എന്താണ് ടാബ്ഡ് ബ്രൗസർ എന്ന് പറയുന്നത്? അതായത് ടാബ്ഡ് ബ്രൗസർ ഈസ് ആൻ aspected feature in a web browser that permits users to open multiple web page within a single browser window. നമ്മളൊരു വെബ് അഡ്രസ് അടിച്ച് നമ്മൾ അതിലൂടെ കയറി പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റൊരു വെബ് പേജിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണമെന്ന് തോന്നുന്നത്. അപ്പൊ അടുത്ത വെബ് അഡ്രസ്സും നമ്മൾ അതിന്റെ കൂടുതൽ നിന്നുകൊണ്ട് തന്നെ അടിക്കുകയാണ്. കാരണം നമ്മളുടെ ആഗ്രഹം അല്ലെ, നമ്മൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ചിട്ടുള്ള വെബ് അഡ്രസ്സുകളെല്ലാം തന്നെ ഒരേ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. അതാണ് ടാബ്ഡ് ബ്രൗസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ വെബ് പേജസ് വിത്തിൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ. ഒരു വിൻഡോയിൽ അല്ലെ, സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വെബ് പേജുകൾ നമുക്ക് നിരീക്ഷിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ. ആർക്കും ഒരു കാര്യം അല്ലെ നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു കാലഘട്ടം ഇനി ഇല്ല. നമ്മുടെ കയ്യിൽ ഇന്റർനെറ്റിന്റെ സൗകര്യം ഉണ്ടെങ്കിലും നമുക്കത് ഉപയോഗപ്രദമാക്കാനുള്ള ഒരു ഇത് മാത്രം ആവശ്യമുള്ളൂ.
അത് മോസ്റ്റ്ലി നമുക്കറിയാം ആദ്യം ആർക്കും അത് ഉപയോഗപ്രദമാക്കാനായിട്ട് പ്രത്യേക വശങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്ത് അല്ലെ, നമുക്കറിയാം കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു മോസ്റ്റ്ലി അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരെ കൊണ്ട് നമ്മളത് ഗെയിം മാറ്റി പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങളല്ലേ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുട്ടികളെ കൊണ്ട് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം അവര് എല്ലാ തരത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന അറിവ് നേടാനല്ല മിക്കവാറും കുട്ടികൾ ആഗ്രഹിക്കുന്നു. അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും എൻജോയ് ചെയ്യാനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെ. പക്ഷെ ഒരു പരിധി വരെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം വെബ്സൈറ്റുകളിലൊക്കെ കയറി എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെ, ഡിഗ്രി കേസ് അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിയുമ്പോഴും അതല്ലെങ്കിൽ 10th പ്ലസ് 2 ഒക്കെ കഴിയുമ്പോഴും ഒക്കെ നമുക്ക് എന്തെങ്കിലും ക്ലാസ് ഇതുകള് അല്ലെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു വെബ് പേജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുള്ളവർക്ക് ചിലപ്പോഴെങ്കിൽ ഇതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും പ്രത്യേക അതായത് നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇൻഫോം ചെയ്യാണ്. പക്ഷെ നമുക്ക് അല്ലെ ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് തീർക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അപ്പൊ നമ്മൾ കണ്ടു പല പേജുകളും നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. സോറി, ഒരു പോയിന്റ് കൂടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി. നമ്മൾ നേരത്തെ കണ്ടു ബുക്ക് മാർക്കിന്റെ കാര്യം അല്ലെ. നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വെബ്സൈറ്റ് ആണ് എങ്കിൽ അതിന് എന്തെങ്കിലും അല്ലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ആ വെബ്സൈറ്റ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Browsers make users able to bookmark their most liked website for quick access. പെട്ടെന്ന് തന്നെ അപ്പൊ നമുക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. They also keep a browsing history permitting users to revisit formerly visited web pages. അതായത് നമുക്ക് വീണ്ടും അല്ലെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ കൂടിയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. എന്താണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പറയുന്നത് എന്താണ്, ബ്രൗസേഴ്സ് ഗിവ് priority to security and privacy features to protect users' data and provide a secure browsing experience. അതായത് നമുക്ക് ഇതിൽ അല്ലെ ഒരു സുരക്ഷിതത്വം കൂടി അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസുകളെല്ലാം റോങ് ആണോ എന്ന് നമ്മൾ അല്ലെ അവിടെ സാധാരണയായിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റാസുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. അവര് പറയുന്ന അല്ലെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസുകളെല്ലാം മിസ്റ്റേക്ക് ആണ് എങ്കിൽ അതുമായി ആക്ഷൻ എടുക്കാനൊക്കെ ആയിട്ടുള്ള നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ്. വെബ്സൈറ്റ് ബ്രൗസേഴ്സ് ഗിവ് priority to security and privacy features to protect users' data and provide a secure browsing experience. Then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge and Opera. Then users ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഇങ്ങനെ വരുമ്പോഴൊക്കെയുള്ള പ്രത്യേകത ചിലതെല്ലാം അല്ലെ ഇതിൽ പെടാത്തത് ഏത്, ഇതിൽ പെടുന്നത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം എന്താണ് വെബ്സൈറ്റ് അഡ്രസ്സുകളാണ് അല്ലെ, വെബില് പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കാം. മാറിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാം. Mozilla Firefox, Apple Safari, Microsoft Edge and Opera. Then users have the flexibility to select the browsers that best suit their performance needs and platform of choice. അതായത് ഓരോരുത്തർക്കും അല്ലെ ചിലർക്ക് ചിലത് ചൂസ് ചെയ്യാനായിരിക്കും, ചിലതിന്റെ അല്ലെ അത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. ഏതൊരു ബിസിനസിന്റെയോ കമ്പനിയുടെയോ ഫേമിന്റെയോ അതിനനുസരിച്ചിട്ട് പറ്റുന്ന തരത്തിലുള്ള വെബ് ബ്രൗസേഴ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അത് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ പെർഫോമൻസ് പ്രകടനത്തിനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിങ്ങൾ എല്ലാവരും എടുക്കുന്നതായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഗൂഗിളിലെ വെബ് അഡ്രസ് അടിച്ച് സെർച്ച് ചെയ്യും. അതനുസരിച്ചിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് വരും അല്ലെ. അതിന് ജസ്റ്റ് ഒരു ഫോർമാറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിലും ഒരു ഫോർമാറ്റ് ഉണ്ട്. വെബ് ബ്രൗസർ അല്ലെ, അത് ഉപയോഗിച്ചിട്ട് അത് സെലക്ട് ചെയ്യാത്തിട്ട് കൈകാര്യം ചെയ്യാൻ സെർച്ച് ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അടുത്തൊരു ഭാഗം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഞാൻ അധികം പറയാം. റെസ്പോൺസിബിലിറ്റി ഉള്ള ചാപ്റ്റർ ഉണ്ടല്ലോ അല്ലെ, അതും കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് എടുക്കാനുള്ളത് ടാബിൾ ബ്രൗസിംഗ് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ഒരു പേജിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു മനോരമ അല്ലെ വെബ്സൈറ്റ് എടുത്ത് നമ്മൾ മനോരമ പത്രത്തിന്റെ കാര്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും മാതൃഭൂമിയിലും അതിന്റെ എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലെ. നമുക്കറിയാം നാട്ടിലെ വർത്തമാന പേജുകളിലെല്ലാം എന്തെങ്കിലും ന്യൂസ് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് അല്ലെ എല്ലാ ദിനപത്രത്തിലും വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഒരു മനോരമ വെബ് പേജ് എടുത്ത് അതിലെ നമ്മൾ വിസിബിൾ ആക്കി നോക്കിക്കൊണ്ടിരിക്കാതെ തന്നെയായിരിക്കും അത് മാതൃഭൂമിയിലുണ്ടോ അപ്പൊ ആ വെബ് പേജ് അല്ലെ, ആ ഒരു വെബ് അഡ്രസ് എടുത്ത് അതിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ടാബുലർ ബ്രൗസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാബുലർ ബ്രൗസിംഗ് ഈസ് ആൻ ആസ്പെക്ടഡ് ഫീച്ചർ ഇൻ വെബ് ബ്രൗസേഴ്സ് ദാറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ഓപ്പൺ മൾട്ടിപ്പിൾ വെബ് പേജസ് വിത്തിൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ. അപ്പൊ നമ്മൾ ഒരു വിൻഡോ എടുത്ത് ഓപ്പൺ ചെയ്ത് അത് നോക്കി വിസിബിൾ ആയി കണ്ടുകൊണ്ടിരിക്കാതെ ആയിരിക്കും അടുത്ത വെബ് അഡ്രസ് അടിച്ച് അടുത്ത പേജും കൂടി നമുക്ക് നോക്കുന്നത് അതിലുണ്ടോ. അങ്ങനെ ഏത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, അതിപ്പോ എന്താണ് ഈ ഡിസ്ട്രിക്റ്റിലുണ്ടോ, അത് അവിടെ എത്ര ഉണ്ട് അല്ലെ, നമ്മൾ ഗവൺമെന്റ് പ്ലേസ്മെന്റ് ഇതില് എത്ര സീറ്റുകളുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ ആയിരിക്കും അടുത്തൊരു ഡിസ്ട്രിക്റ്റില് എത്രത്തോളം സീറ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റ് അഡ്രസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പല വെബ്സൈറ്റില് യൂണിവേഴ്സിറ്റികളിൽ അല്ലെ പല യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടോ. അപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒരു ഇതിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ കമ്പാരിസൺ നടത്തും അല്ലെ. ചിലതിലൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട വരും. അപ്പൊ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ വെബ്സൈറ്റൊക്കെ അടിച്ച് ഒന്ന് നോക്കി സെർച്ച് ചെയ്ത് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തും. ഓക്കെ, നമ്മൾ ഇത് ഡിസൈഡ് ചെയ്തു, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി, ഈ ഒരു പ്ലേസ്മെന്റ് അല്ലെ ഈ പ്ലേസ് നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അതൊരു സൗകര്യം ഒരുക്കുന്നതാണ് എന്താണ് നമ്മൾ പറയുന്ന ടാബിഡ് ബ്രൗസിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? വേറെന്തെങ്കിലും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, താങ്ക് യു.